സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അമൃത സിവിൽ സർവീസ് അക്കാദമിക്ക് ഇത്തവണയും മിന്നും വിജയം. അമൃത IAS അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയ 38 പേരാണ് ഈ വർഷം സിവിൽ സർവീസിൽ യോഗ്യത നേടിയത്. 246 റാങ്ക് കരസ്ഥമാക്കിയ അക്ഷയ് ദിലീപാണ് ടോപ്പ് സ്കോറർ. 139 റാങ്ക് നേടിയ കൃഷ്ണ സിയും അമൃത അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അഖിലേന്ത്യാ തലത്തിലെ റാങ്ക് പട്ടികയിൽ ആദ്യ 100 പേരിലെ 5 പേർ അമൃത സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് അഭിമുഖ പരീക്ഷയിൽ പരിശീലനം നേടിയവരാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ഈ വർഷവും സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അമൃത സിവിൽ സർവീസ് അക്കാദമിക്ക് ഇത്തവണയും ഇന്നും വിജയമാണ്. എന്താണ് വിവരങ്ങൾ? അതെ ഗോപിക, തീർച്ചയായും അമൃത IAS അക്കാദമിക്ക് മിന്നും വിജയം തന്നെയാണ്. ഇത്തവണ ടോപ്പ് സ്കോറർ 38 പേരാണ് അഖിലേന്ത്യാ തലത്തിൽ ഈ അമൃത സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയ 38 പേരാണ് റാങ്ക് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ തവണയാണ്, എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെയാണ് വലിയൊരു മികവാർന്നൊരു വിജയം തന്നെയാണ് അമൃത IAS അക്കാദമിക്ക്. ഈ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ, അല്പസമയം മുമ്പാണ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ എല്ലാ വർഷവും ഉള്ളതുപോലെ ഒരു വലിയൊരു തിളക്കം മാറുന്ന ഒരു വിജയം തന്നെ IAS അക്കാദമി ഇത്തവണയും നിലനിർത്തിയെന്നാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഇത്തവണ ടോപ്പ് സ്കോറായി വന്നിരിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ 246 റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന അക്ഷയ് ദിലീപാണ് ഇത്തവണ ഇവിടെ അമൃത IAS അക്കാദമിയിലെ ടോപ്പ് സ്കോറായി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഈ സിവിൽ സർവീസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഒരു കൃഷ്ണ സി 136 റാങ്ക് അഖിലേന്ത്യാ തലത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. ഒപ്പം ആദ്യ റാങ്ക് പട്ടികയിലെ 100 പേരിൽ 5 പേർ ഈ അമൃത സിവിൽ സർവീസ് അക്കാദമിയിൽ അവർ അവസാന റൗണ്ടായ, അതായത് അഭിമുഖ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായി പരിശീലനത്തിനായി വന്നവരിൽ 5 പേർ ആദ്യ റാങ്ക് പട്ടികയിൽ 100 പേരിൽ 5 പേർ അമൃത IAS അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയവരാണ് എന്നതും മറ്റൊരു വിജയം തന്നെയാണ്. കഴിഞ്ഞ 8 വർഷമായി നമുക്കറിയാം അമൃത സിവിൽ സർവീസ് അക്കാദമി അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് ഈ കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹോസ്റ്റൽ സൗകര്യവും, അതായത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ യാത്രാ സൗകര്യം സൗജന്യമായാണ് അമൃത IAS അക്കാദമി നൽകുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് റീഡിംഗ് റൂം ഫ്രീ, അങ്ങനെ നിരവധി സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ നൽകുന്നു. ആദ്യ ഒരു വർഷം ബാച്ചിൽ ഇവർ പഠിച്ചു, ഇവർക്ക് വിജയം കരസ്ഥമാക്കിയില്ല എങ്കിൽ അടുത്ത 2 വർഷം ഇവർക്ക് സൗജന്യമായി പഠിപ്പിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ നിരവധി ഒത്തിരി വിദ്യാർത്ഥികൾ ഇവിടെ ആകർഷിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇവിടെ ഒരു വർഷം എന്ന് പറയുന്നത് 2 ബാച്ചിലായി 150 പേരെയാണ് മിനിമൈസ് ചെയ്തത്. അത് അങ്ങനെ ആ 150 പേരിൽ പരിമിതപ്പെടുത്തി കൃത്യമായി തന്നെ ഇവർക്ക് പരിശീലനം നൽകുന്നു. ഇവർക്ക് മാനസികമായും എല്ലാ പിന്തുണയും നൽകി അമൃത IAS അക്കാദമി വേണ്ട പരിശീലനം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ആ പരിശീലനം തന്നെയാണ് ഓരോ വർഷവും മികവാർന്ന വിജയം അമൃത IAS അക്കാദമിക്ക് ഈ രീതിയിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം അമൃത സിവിൽ സർവീസ് അക്കാദമിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ശ്രീ ജയകുമാർ സർ ചേരുകയാണ്. സർ, അഭിനന്ദനങ്ങൾ. ഇത്തവണയും വലിയ മികവാർന്നൊരു വിജയം തന്നെയാണ് അമൃത IAS അക്കാദമി കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മറ്റുള്ള അക്കാദമികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിവിൽ സർവീസ് അക്കാദമിക്ക്, നമുക്ക് അമൃത IAS അക്കാദമിക്ക് എടുത്തു പറയേണ്ട പ്രത്യേകതകൾ എങ്ങനെയാണ് സർ? മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി 8 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സംരംഭം ഇപ്പോൾ 9ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെയായി 321 പേർക്ക് വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മ പറയുന്നത് പോലെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസം നൽകുക, അതാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് തുടങ്ങി എല്ലാ പരിപാടികൾക്കും ഉള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റൽ സൗകര്യമുണ്ട്, ട്രാൻസ്പോർട്ട് സൗകര്യമുണ്ട്. പിന്നെ അഡീഷണലായിട്ട് പറയാവുന്നത് 1-to-1 മെന്റർഷിപ്പ്. ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡന്റിനും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന് പോയി തഴക്കവും പഴക്കവും ആർജിച്ചിട്ടുള്ള അധ്യാപകരെ കൊണ്ട് ഇന്റർവ്യൂ ഗൈഡൻസ് ഒരു കോച്ചിങ്, കൌൺസിലിംഗ് നടത്തുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റു പല അക്കാഡമീസിലും അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ്. ഇവിടെ ചേരുന്ന ഓരോ കുട്ടിക്കും ഒരു പേഴ്സണലൈസ്ഡ് കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഇതൊക്കെ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഗോപിക, അത് ഈ IAS അക്കാദമിയുടെ അധികൃതർ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷം, ഇപ്പോൾ 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അമൃത സിവിൽ സർവീസ് അക്കാദമിയിൽ പരിശീലനം നൽകുന്നത് അതായത് കേരള സിവിൽ സർവീസിലെ ഏറ്റവും മികവാർന്ന IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശീലനത്തിനായി, പ്രത്യേകിച്ച് അവസാന സമയത്ത് ഈ ലാസ്റ്റ് സെഷനിൽ അഭിമുഖത്തിൽ പരിശീലനം നൽകാൻ വേണ്ടി ഇവിടെ എത്തുന്നതൊക്കെ തന്നെയും ഏറ്റവും മികച്ച സംസ്ഥാന തലത്തിൽ തന്നെയും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഏറ്റവും പ്രശസ്തരായും പ്രഗത്ഭരുമായ IAS, IPS സിവിൽ സർവീസ്
ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിരമിച്ചവരും നിലവിൽ സർവീസിലിരിക്കുന്നത് അങ്ങനെ നിരവധി പ്രഗത്ഭരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്, ഇവർക്ക് പരിശീലനം നൽകുന്നതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ IAS അമൃത സിവിൽ സർവീസ് അക്കാദമി ഈ വർഷവും ആ മികവ് എല്ലാ വർഷവും നിലനിർത്തുന്നത് പോലെ ഇത്തവണയും ആദ്യ 38 പേർ അമൃത സിവിൽ സർവീസിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് ആദ്യ 100 റാങ്ക് പട്ടികയിൽ 5 പേർ അഭിമുഖ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ പരിശീലനം നേടി എത്തിയവരുമാണ് എന്ന് തന്നെയാണ് ഗോപിക.